ഇത്തവണ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഏതാണ്ട് മത്സരം ഉറപ്പായി എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് സ്പീക്കർ സ്ഥാനത്തേക്കും പ്രതിപക്ഷം സ്ഥാനാർത്ഥി നിർത്തും, ഉപ സ്പീക്കർ അതായത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കും പ്രതിപക്ഷം സ്ഥാനാർത്ഥി നിർത്തുമെന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്തയെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള പ്രതിപക്ഷത്തിൻ്റെ നീക്കം പൊളിക്കുവാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് അതായത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് BJP എത്തിയതായിട്ടുള്ള വിവരമുണ്ട്. അതായത് പരമ്പരാഗതമായി ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിനാണ് നൽകി പോന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ടേമിലും 2014 2019 അത് BJP തന്നെ കൈവശം വെക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ ഒരു ചെറിയ വ്യത്യാസം അതിൽ BJP വരുത്തിയിട്ടുണ്ട്. അവിടെ NDAക്ക് അതായത് NDA ഘടകകക്ഷികൾക്ക് ഒരാൾക്ക് ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ TDPക്ക് ആയിരിക്കും ഒരു പക്ഷേ ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുന്നത്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് തങ്ങൾ അങ്ങനെയെങ്കിൽ സ്പീക്കർക്ക് വേണ്ടിയും ഡെപ്യൂട്ടി സ്പീക്കർക്ക് വേണ്ടിയും സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന്. ഏതായാലും ജൂൺ 26 എല്ലാ കണ്ണുകളും നമ്മളുടെ പാർലമെൻറ്റിലേക്ക് തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. കാരണം ഇഞ്ചോടിഞ്ച് നിൽക്കുന്ന 2 മുന്നണികൾ, അവിടെ അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്താകും എന്നുള്ളതിൻ്റെ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം ഈ പ്രതിപക്ഷം പറയുന്ന DMKയിൽ നിന്ന് വോട്ട് ചോരുമെന്നാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് INDA മുന്നണിയിൽ നിന്ന് എത്ര വോട്ട് ചോരും എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.